പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. ആത്മമെന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. എന്ന ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. വളരെ അനുഗ്രഹീതമായ ഒരു വചനമാണ്. ശിമിയോനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായ ഒരു വ്യക്തിയാണ് ശിമിയോൻ. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണ നിഷ്ഠപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പനകത്ത് കൊണ്ടുവന്നു. 2-ാം അധ്യായം ലൂക്ക് ചാപ്റ്റർ 2:26 and 27. ഇവിടെ ആത്മനിയോഗത്താൽ എന്ത് ചെയ്തുകൊണ്ട് ശിമിയോൻ ദൈവാലയത്തിൽ ചെന്നു. പ്രിയപ്പെട്ടവരെ, ആത്മനിയോഗത്താൽ ഇന്ന് പ്രഭാതത്തിലും ചില വിഷയങ്ങൾക്കകത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ കാൽ വയ്ക്കുവാൻ പോവുകയാണ്. ആത്മനിയോഗത്താൽ ചില ഇടങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവുക. ആത്മനിയോഗത്താൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുക. ആത്മനിയോഗത്താൽ ചിലതിൻ്റെ പൂർത്തീകരണം നിങ്ങൾ കാണാൻ പോവുക. ആത്മനിയോഗത്താൽ നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങളിലൂടെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ആത്മനിയോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങളുടെ കണ്ണുകൾ ദർശിക്കാത്ത വിഷയം ദർശിക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആത്മനിയോഗത്താൽ ഞാൻ എൻ്റെ സ്റ്റെപ്പുകളെ വയ്ക്കും, എൻ്റെ ചുവടുകളെ ഞാൻ വയ്ക്കും ആത്മനിയോഗത്താൽ. അങ്ങനെ ആത്മനിയോഗത്താൽ വയ്ക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? ഇതുവരെയും ദർശിക്കാത്ത ചില ആത്മദർശനങ്ങളെ ദർശിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളത് കാണും കേട്ടോ. നിങ്ങളുടെ ജോലിയിൽ കാണും. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന വിഷമമേറിയ ആ പ്രതിസന്ധികളുണ്ടല്ലോ. എന്താ ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ഞാൻ നാളുകളിൽ കഴിയും, എൻ്റെ ജോലിയുടെ കാര്യം, സാലറിയുടെ വിഷയം, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയം, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയം എങ്ങനെയാകുമെന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തിയെ ആത്മനിയോഗത്താൽ എൻ്റെ സഹോദര സഹോദരി ഒന്ന് കടന്നു ചെന്ന് നിങ്ങൾ ഇതുവരെ കാണാത്ത ചിലതിനെ ദൈവം നിങ്ങളിലേക്ക് കാണിക്കാനായിട്ടുണ്ട്. ചിലപ്പോൾ ശിമിയോൻ ആത്മനിയോഗത്താൽ കടന്നു ചെന്നപ്പോൾ താൻ എന്ത് ചെയ്യുന്നറിയാമോ? താൻ ഇതുവരെ ദൈവം തന്നോട് പറഞ്ഞ അരുളപ്പാടിൻ്റെ ഒരു നിവർത്തീകരണം കാണാനിടയായി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന ആ വെളിപ്പാടുകളുടെ അരുളപ്പാടുകളുടെ പൂർത്തീകരണം കാണുവാൻ കർത്താവ് നമ്മുടെ കണ്ണുകളെ ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്തി ശക്തീകരിക്കാൻ പോവുക കേട്ടോ. അതുകൊണ്ട് പ്രിയരെ, ആത്മനിയോഗത്താൽ അത് നിങ്ങളൊന്ന് ചെന്നേ. തളർന്നിരിക്കാതെ ആത്മനിയോഗത്താൽ ഒന്ന് എഴുന്നേറ്റേ. തളർന്നിരിക്കാതെ ആത്മനിയോഗത്താൽ ഒന്ന് ബലപ്പെട്ടേ. തളർന്നിരിക്കാതെ കർത്താവിന് വേണ്ടി ഒന്ന് ഓടിക്കേ. എന്ത് ഇതുവരെയും കാണാത്ത ദൈവപ്രവർത്തികളുടെ കണ്ണുകൾ കൊണ്ട് കാണാനിടയാകിത്തീരും. വിശ്വാസത്തോടെ നിന്നാട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനായിട്ട് സ്തോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. കൃപയിൽ പൊതിഞ്ഞാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.